മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, അഫ്ളലു സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. പരിശുദ്ധമായ റമളാൻ മാസത്തിന് ശേഷം നോമ്പ് പിടിക്കാൻ ഏറ്റവും ഉത്കൃഷ്ടമായ മാസമാണ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം. ഇമാം മുസ്ലിമും അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ തുടങ്ങിയവരെല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പോൾ റമളാൻ മാസം ഫർളായ നോമ്പിന് ശേഷം സുന്നത്തായ നോമ്പ് പിടിക്കാൻ ഏറ്റവും ഉത്കൃഷ്ടമായ മാസം മുഹറം മാസമാണ്. അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സുഇല അൻ സിയാമി യൗമി ആശൂറ ദിവസം മുഹറം 10 ആ ദിവസം നോമ്പ് പിടിക്കുന്നതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾക്ക് പരിഹാരമാണ്, പാപങ്ങൾ പൊറുക്കപ്പെടും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇതുപോലെ ധാരാളം ഹദീസുകൾ കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസൽ യൗമിൻ ഫദ്ലുൻ അലാ യൗമിൻ ഫി സിയാമി ഇല്ലാ ശഹർ റമളാൻ. നോമ്പിന്റെ വിഷയത്തിൽ ഒരു ദിവസത്തേക്കാൾ ശ്രേഷ്ഠത മറ്റൊരു ദിവസത്തിനുമില്ല, ഇല്ലാ ഷഹറ റമളാൻ, റമളാൻ മാസം ഒഴികെ. അപ്പം റമളാൻ മാസമല്ലാത്ത മറ്റൊരു ദിവസത്തിനും ശ്രേഷ്ഠതയില്ല. വയൗമ ആശുറ ദിനവും ഒഴികെ. അപ്പോൾ ആശുറ ദിനത്തിൻ്റെ ശ്രേഷ്ഠത മറ്റു ദിവസങ്ങൾക്കില്ല, റമളാന്റെ ശ്രേഷ്ഠത മറ്റ് മാസങ്ങൾക്കില്ല എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി തബറാനി ബൈഹഖി റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആശുറ ദിനം മുഹറം 10 അത് ഉത്കൃഷ്ടമായ ദിവസമാണ്. നമ്മുടെ കഴിഞ്ഞുപോയ വർഷത്തെ പാപങ്ങൾ, ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ പര്യാപ്തമായ ദിവസമാണ് ആശുറ ദിനം.